ഇരട്ട നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ മടിയില്ലാത്ത നേതാവാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന കാര്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഖത്തറിലെ ദോഹയിൽ അടുത്തിടെ നടന്ന വ്യോമാക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഓവൽ ഓഫീസിൽ സംസാരിക്കവെ നെതന്യാഹു മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അവർ അങ്ങനെ ചെയ്തില്ല എന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് വിരുദ്ധമായി നെതന്യാഹു വൈറ്റ് ഹൌസിന് ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ആക്സിയോസിസ് റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും മിസൈലുകൾ വിക്ഷേപിച്ചതിന് ശേഷമാണ് തങ്ങളെ അറിയിച്ചതെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ റിപ്പോർട്ടുകൾക്ക് മറുപടിയായി നെതന്യാഹുവിന്റെ ഓഫീസ് ഇത് ഇസ്രായേൽ നടത്തിയ പൂർണ്ണമായും സ്വതന്ത്രമായ ഓപ്പറേഷനാണെന്ന് സ്ഥിരീകരിച്ചു. പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ ഇതിന് തുടക്കമിട്ടു, അത് നടപ്പിലാക്കി, പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഇസ്രായേൽ ഇനി ഗൾഫ് രാഷ്ട്രത്തെ ആക്രമിക്കില്ലെന്ന് ട്രംപ് ഖത്തറിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അദ്ദേഹം ഖത്തറിനെ ആക്രമിക്കില്ല. നെതന്യാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയും വെടിനിർത്തൽ ചർച്ചകളിലെ മധ്യസ്ഥനുമായി ദോഹയെ അദ്ദേഹം പ്രശംസിച്ചു. ദോഹ വളരെ നല്ല സഖ്യകക്ഷിയായിരുന്നു, പലർക്കും അത് അറിയില്ല. അതേസമയം സംഘർഷം പരിഹരിക്കുന്നതിൽ ഖത്തറിന്റെ ക്രിയാത്മക പങ്ക് തുടരണമെന്ന് സെനറ്റർ മാർക്കോ റൂബിയോ അവകാശപ്പെട്ടു. ജെറുസലേമിൽ നെതന്യാഹുവിനൊപ്പം സംസാരിച്ച റൂബിയോ ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഖത്തറിന് സഹായിക്കാനാകുമെന്നും പറഞ്ഞു. അതിനാൽ ഇക്കാര്യത്തിൽ ക്രിയാത്മക പങ്ക് വഹിക്കാൻ ഖത്തറിനെ ഞങ്ങൾ തുടർന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കിടയിലും നെതന്യാഹു പിന്മാറിയിട്ടില്ല. ഹമാസ് നേതാക്കൾക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ എവിടെയായിരുന്നാലും കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം 10,000-കണക്കിന് മരണങ്ങൾക്കും 2023 ഒക്ടോബർ മുതൽ ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും ആഭ്യന്തരമായി കുടിയിറക്കിയ മാനുഷിക പ്രതിസന്ധിക്കും കാരണമായി. കൂടാതെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ കരസേന നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് ചൊവ്വാഴ്ച രാവിലെ CNN-നോട് സംസാരിച്ച 2 ഇസ്രായേലി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാഴ്ച നീണ്ടുനിന്ന ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്കും നിരവധി ബഹുനില കെട്ടിടങ്ങൾ നശിപ്പിക്കലിനും ശേഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കരസേന ആക്രമണം ഗാസ നഗരത്തിന്റെ അരികുകളിൽ ആരംഭിച്ചു. തുടക്കത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഈ നടപടിയെ ഘട്ടം ഘട്ടമായും ക്രമേണയും എന്ന് വിശേഷിപ്പിച്ചു. ഗാസ തീജ്വാലകളിൽ വിഴുങ്ങിയിരിക്കുന്നു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ തകർക്കുന്നതിനുമായി ഇസ്രായേൽ പ്രതിരോധ സേന തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഊന്നി പറഞ്ഞു. തിരക്കേറിയ നഗരം ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ കര ആക്രമണം ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നുള്ളൂവെങ്കിലും ഇന്ന് വരെ നിവാസികളിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ മാസം ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ അധിനിവേശം ഗാസ നഗരത്തിൽ താമസിക്കുന്ന ഏകദേശം 10 ലക്ഷം പാലസ്തീനികളെ ബലമായി കുടിയിറക്കുമെന്ന്. തിങ്കളാഴ്ച ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ കണക്കാക്കിയത് ഇതുവരെ ഏകദേശം 3,20,000 പാലസ്തീനികൾ പ്രദേശം വിട്ടുപോയെന്നാണ്. പുതിയ ഇസ്രായേൽ ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇതിന്റെ ഫലമായി കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിനകം തന്നെ സ്തംഭിച്ച ആശുപത്രികളിൽ വെള്ളം കയറി. ഗാസ നഗരത്തിനടുത്ത് അൽ ഷിഫ ബാപ്റ്റിസ്റ്റ് ആശുപത്രികൾ പോലുള്ള സൗകര്യങ്ങളിൽ ഡസൻ കണക്കിന് പരിക്കേറ്റ പാലസ്തീനികൾ രാത്രിയിൽ എത്തിയതായി പ്രാദേശിക അധികാരികൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ ശേഷിക്കുന്ന പ്രധാന ശക്തി കേന്ദ്രമായി അവർ വിശേഷിപ്പിക്കുന്ന കനത്ത ബോംബാക്രമണങ്ങളുള്ള നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഓഗസ്റ്റിൽ ഇസ്രായേൽ അംഗീകാരം നൽകി. ചൊവ്വാഴ്ച ഗാസ നഗരത്തിൽ ഇസ്രായേൽ തീവ്രമായ വ്യോമാക്രമണം നടത്തി. വീടുകൾ തകർന്നതായും സാധാരണക്കാർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായും താമസക്കാർ അറിയിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജെറുസലേമിൽ സന്ദർശനം നടത്തിയതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. ഹമാസിനെതിരായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതുക്കിയ സൈനിക നീക്കത്തെ അദ്ദേഹം പൂർണ്ണമായും പിന്തുണച്ചു. ഗാസയിലെ പ്രാദേശിക സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. 49 പേർ കൊല്ലപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.